in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസം 15-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ആവശ്യങ്ങളെ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. പ്രിയരെ, പ്രാരംഭ വാക്യങ്ങളിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക്. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 18-ാമത്തെ വാക്യം, അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. നാം വായിച്ചു കേട്ട ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശു കർത്താവ് 5000 പുരുഷാരത്തിന് വേണ്ടി 5 അപ്പവും 2 മീനും വലിയ നിലയിൽ വർദ്ധിപ്പിക്കുകയും ദൈവമഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. എന്നെ കേൾക്കുന്നവരെ, അന്ന് വൈകുന്നേരമായപ്പോൾ മരുഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഇവർക്ക് കൊടുക്കുവാനുള്ള ആഹാരം നമ്മുടെ പക്കലില്ല, നമ്മുടെ കയ്യിലുള്ളത് 5 അപ്പവും 2 മീനുമാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നമ്മളിൽ പലവരും ഇതേപോലെ ആയിരിക്കും. നമ്മുടെ ആവശ്യങ്ങളിലൊന്നും തൃപ്തിയില്ലാത്തതിന്, നമ്മുടെ ആവശ്യങ്ങളിലൊന്നും പൂർണ്ണമായ നന്മകൾ വെളിപ്പെടാതെ, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാതെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നോട് സംസാരിച്ചു. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ അത് വലിയ മഹത്വമായി ദൈവം ചെയ്തു തീർക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും എനിക്കും കഴിയാത്തതിനെ, അസാധ്യമെന്ന് തോന്നുന്നതിനെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ പകൽ, ഈ ആരംഭ സമയം തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ വളരെ ഭാരപ്പെടുന്നവരുണ്ട്. മക്കളുടെ വിഷയം എന്താകും, കുടുംബ വിഷയം എന്താകും, സാമ്പത്തികം എന്താകും, ജോലി എന്താകും, ഇങ്ങനെ ഒത്തിരി വിധത്തിൽ ഭാരപ്പെടുന്നവർ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ ആ കുറവുകളെ അവർ നിറവാക്കി തീർക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതെല്ലാം വലിയ അത്ഭുതങ്ങളായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീനെ പോലും കിട്ടാത്തവൻ ഇതാ യേശുവിന് വേണ്ടി അവൻ്റെ പടകം വിട്ടുകൊടുക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ ആഴമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. നമുക്ക് ഒരുമിച്ച് ആ വാക്യത്തിനകത്തോട്ടൊന്ന് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. 6-ാമത്തെ വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. 7-ാമത്തെ വാക്യം, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറോളം നിറച്ചു. ഈ വചന പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പത്രോസ് ഇതാ ഒഴിഞ്ഞ പടക് ഇതാ യേശുവിന് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ഈ പകൽ ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ, പത്രോസിനെ നോക്കി ആ കൂട്ടത്തിൽ നിന്ന് പലവരും കളിയാക്കിയിട്ടായിരിക്കാം അടുത്ത പടകിൽ കയറി മീൻ പിടിക്കുവാൻ പോയത്. ഒരുത്തൻ ശൂന്യമാക്കപ്പെട്ടു, അവനിപ്പോൾ സുവിശേഷത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയായിരിക്കാം തമ്മിൽ പിറുപിറുക്കുന്നുണ്ടാകാം, വേറൊരു പണിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത മിനിറ്റുകളിൽ ഇതാ പത്രോസ് അവരെയും കൂടെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ആഴത്തിലേക്ക് വല നീട്ടി ഇറക്കി, എൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുത്തത് കൊണ്ട് എൻ്റെ പടക് നിറയുകയാണ്, എൻ്റെ വല നിറഞ്ഞ് കീറാറായിരിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അവൻ അവരെ മാടി വിളിച്ചു. കടൽക്കരയിലെ ഭാഷയിൽ പ്രത്യേകിച്ച് ചില ശബ്ദമുണ്ടാക്കി അവരെ വിളിച്ചു. ഹോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കും ഇതിനകത്ത് പങ്കുചേരാം. അവരും കൂടെ വന്ന്
2 പടകുകൾ മുങ്ങുമാറോളം നിറച്ചു എന്നുള്ളതാണ് കാണുന്നത്. നിന്റെ ശൂന്യതയിൽ, നിന്റെ ആവശ്യത്തിൽ കർത്താവിൻ്റെ കരത്തിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് നീ ഒരു അത്ഭുതമാകാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തൊട്ടു മുമ്പ് വരെ നിന്ദിച്ചവർ, തൊട്ടു മുമ്പ് വരെ കളിയാക്കിയവർ, നീ ദൈവമഹത്വത്തിൻ്റെ സാക്ഷിയായി തീരാൻ പോകുന്നത് കാണുകയാണ്. ഒരു ഭാഗം കൂടെ വേഗത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതാ വീട്ടിൽ വീഞ്ഞ് തീരുകയാണ്. അവിടുത്തെ എല്ലാ അനുഭവങ്ങളിലും തീർന്നു എന്നുള്ള ഒരു ആഴം വെളിപ്പെട്ട് വരികയാണ്. ആ സമയത്ത് ഇതാ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് യേശുവിൻ്റെ അമ്മ ഓടി വന്ന് പറയുകയാണ്, തീർന്നു എന്ന് പറയുന്ന വിഷയങ്ങളെ ഇനി എങ്ങനെയെന്നുള്ള ചോദ്യങ്ങളുടെ നടുവിൽ നമുക്ക് കർത്താവിനെ അത് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ വലിയ ആഴം നമുക്ക് കാണാം. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ യേശുവിൻ്റെ അമ്മ അവിടുത്തെ ബാല്യക്കാരെ വിളിച്ചുകൊണ്ട് യേശുവിനെ നിങ്ങൾ ഈ വിഷയം ഏൽപ്പിക്കുക എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം, അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഈ 2 വാക്യങ്ങൾ നാം ആഴമായി ശ്രദ്ധിക്കുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കാരണമാകുന്നത് യേശുവിൻ്റെ അമ്മ മറിയം തൻ്റെ കയ്യിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചത് കൊണ്ടാണ്. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ഇല്ലായ്മകളെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, നിനക്കത് ചെയ്യാൻ കഴിയും. 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താൻ പോവുകയാണ്. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നമുക്ക് കഴിയാത്ത വിഷയങ്ങളെ, നമ്മുടെ മേലിൽ ഭാരമായി വന്നു നിൽക്കുന്ന വിഷയങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. ഭാരത്തോടെ, പ്രയാസത്തോടെ എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേളിലും അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ, അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ. അപ്പാ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങയുടെ സാക്ഷികളാക്കി തീർക്കുന്നതിനായി, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തിയതിനായി നന്ദി. ഓരോ മക്കളെ ഞാൻ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിലേക്കും കൂടെ, ഒരു വ്യക്തിയിലേക്കും കൂടെ നിങ്ങളുടെ യൂട്യൂബ് ലിങ്കുകൾ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. എന്നിട്ട് ഒരു മെസ്സേജ് കൂടെ അയച്ചാൽ ഇതെനിക്ക് വിടുതലാണ് എന്ന് പറഞ്ഞാൽ, എനിക്കിതൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായി ഇത് കാണും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് ഒരാളെയും കൂടെ ദൈവവചനത്തിലേക്ക് എത്തിക്കുവാൻ, ദൈവവചനത്തിൽ വെളിപ്പെടുന്ന സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ നിലയിൽ നിങ്ങളുടെ ജീവിതവും ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് അതാണ് ഓരോ പ്രഭാതത്തിലും ഞാൻ ചെയ്യുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ അനേക സമാധാനമില്ലാത്തവർക്ക് സമാധാനം വരികയും അനേകർ ദൈവപ്രവൃത്തിയിലേക്ക് തിരികെയും ചെയ്ത് ഞാൻ കാണുന്നു. അതിനകത്ത് ഞാനും നിങ്ങളുടെ കൂടെ ആയിരിക്കുകയാണ്. അതേ നിലയിൽ തന്നെ ഒരു ഗുഡ് ന്യൂസ് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഒരുമിക്കാം. സ്വർഗം നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.